എന്താണെന്ന് ഗ്രേസിയോട് തന്നെ ചോദിക്കാം. അവളെവിടെ? ഗ്രേസി, ഗ്രേസി, പറയൂ മകളെ. മനസ്സ് ചോദ്യം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമാണ്. നീ എന്തുകൊണ്ട് എന്നെ സമ്മതിച്ചില്ല? പറയൂ, എന്താണെങ്കിലും പറയൂ. ഞാൻ ഒരാളെ സ്നേഹിക്കുന്ന ചെറുപ്പത്തിന്റെ ചാവല്യങ്ങൾ മനസ്സിനെ പല വഴിക്കും കൊണ്ടുപോകും. നാം കണ്ടുമുട്ടുന്ന പലരോടും നമുക്കിഷ്ടം തോന്നും. പക്ഷേ ജീവിതമാകുന്ന ഈ മഹായാത്രയിൽ അതെല്ലാം നിസ്സാര കാര്യമാണ്. നീ കൊച്ചുകുട്ടിയാണ്, ജീവിതം ആരംഭിച്ചിട്ടില്ല. നിനക്ക് മുമ്പേ ജനിച്ച് നിന്നേക്കാൾ കൂടുതൽ ജീവിതാനുഭവമുള്ളവർ പറയുന്നത് കേൾക്കുന്നതല്ലേ നല്ലത്. ഞാൻ ഗർഭിണിയാണ്. എന്റെ കർത്താവേ. റീച്ച, ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. ആ വിവാഹം തന്നെ നടത്തി കൊടുക്കും. അച്ഛൻ എന്താണെന്നുള്ളതാണ് പറയുന്നത്? എന്റെ മോനെ നാല് ചെറുക്കനെ കൂടി ഞാനങ്ങനെ കെട്ടിക്കും. ജാതിയും മതവും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ലേ. മനസ്സിന്റെ ചേർച്ചയാണ് ഇവിടുത്തെ ജീവിതത്തിന്റെ രഹസ്യം. അത് അമ്പലത്തിൽ വെച്ചായാലും പള്ളിയിൽ വെച്ചായാലും എല്ലാം ഒന്നല്ലേ. അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ ഈ ഇടവക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഈ ഇടവകയിൽ എല്ലാ ജാതിക്കാരും ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ക്രിസ്തു മനുഷ്യനെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. നമ്മുടെ മനസ്സിലെ മുള്ളുവേരുകൾ പൊളിച്ചു കളയാതെ ആ തിരുമുറുകൾ ഉണങ്ങിയില്ല. എന്റെ കൊക്കിന് ജീവനം നടത്തുന്ന കാലം അത് നടക്കില്ലച്ചോ. അവൾ ഈ വീട്ടിൽ കിടന്ന് പെറ്റാലും വേണ്ടില്ല. അങ്ങനെ പെൺകുട്ടിയാണെന്ന് എനിക്ക് വിചാരമില്ല. അയ്യോ, അച്ഛൻ വിചാരിക്കുന്ന പോലല്ല. അവള് മഹാകള്ളിയ. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങളുടെ കുടുംബക്കാർ സമ്മതിക്കില്ല. ജാതി നോക്കണ്ടേ അച്ചോ? അവർ തമ്മിൽ അടുക്കാൻ ജാതി ഒരു പ്രശ്നമായില്ലല്ലോ. അപ്പോൾ പിന്നെ അവർ ഒന്നിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത് പറയാൻ കഴിയും. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഞാൻ വരട്ടെ ദേവിയമ്മ. അച്ഛൻ ഇവിടുന്ന് ഒരു ഗ്ലാസ് കാപ്പി പോലും കുടിച്ചില്ല. ഓ സാരമില്ല, ഞാനിവിടെ തന്നെയല്ലേ, എപ്പോഴും കുടിക്കാമല്ലോ. കാണുന്നില്ലേ? പറഞ്ഞല്ലേ? പിന്നെ അച്ഛനോട് അങ്ങനെ പറഞ്ഞെങ്കിലും മറ്റുള്ളവരോട് പ്രഭാകരന്റേതാന്നേ പറയാവൂ. നീ എന്ത് മണ്ടത്തരാടി പറയുന്നു? പണ്ടത്തരമല്ലെന്നേ. പ്രഭാകരന്റേതാന്ന് പറഞ്ഞാൽ നമുക്ക് ജയമായി. പുന്നമൂട്ടിക്കാരെ നമ്മൾ തോപ്പിച്ചെന്നു വരും. ബേബി, എടാ നിനക്കും എന്നെ മനസ്സിലായില്ലടാ. മനസ്സിലായടാ, പക്ഷേ എന്റെ പെങ്ങൾ ഗർഭിണിയായപ്പോഴേ ശരിക്കും മനസ്സിലായുള്ളൂ. നീയായിരുന്നു. എനിക്ക് ഗ്രേസിയോട് ഇഷ്ടമാണോടാ. അതറിഞ്ഞിട്ടും ഞാനൊന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഗ്രേസിക്ക് പറ്റിയത് എന്നിൽ നിന്നും നിന്റെ പെങ്ങൾക്കാണ് പറ്റിയതെങ്കിലും. നമുക്കൊരു വീടേ ഉണ്ടായിരുന്നുള്ളൂ, അതിന്ന് രണ്ടായി. വേലി കെട്ടി, ശത്രുക്കളായി. നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ നാണം കെടുകയും ചെയ്തു. നീ പറ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒന്ന് മാത്രം ചെയ്താൽ മതി, ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാതിരിക്കുക. അരി തീർന്നു പോയി, നാളെ വരും. ആരെയിലോ രണ്ട് നിനക്ക് എന്താ വേണ്ടേ? താനിവിടെ വായന നോക്കി തുടങ്ങിയിട്ട് നേരെ കുറെ മേടിക്കാൻ പറ്റില്ല. അപ്പുറത്തൊട്ടിയല്ലേ, അവിടെ ഒരു ഈച്ചാട്ടി ഇരിപ്പുണ്ടല്ലോ, അങ്ങോട്ടല്ലേ. അത് മനുഷ്യനെ കഷ്ടപ്പെടുത്താനായിട്ട് കൈ ഒഴിഞ്ഞിട്ട് ഊരേ നിലവായിട്ടൊന്ന് കണ്ടിട്ട് നാള് പറയും. ചേടാ, ഇതിവിടെ മാത്രം ഒരു അരിയില്ലേ 2 കിലോ പയർ? സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക. ചന്തയ്ക്ക് പോയില്ല, നാളെ പോണം. പിന്നെ എന്തിനാ കടയും തുറന്നിങ്ങനെ ഇരിക്കുന്നത്? 1/2 കിലോ മുളക് മുട്ടായി. എടോ പരിക്കുട്ടി സാഹിബേ, ഉള്ളവൻ ഉണ്ണുമ്പോ ഒരു കരുത് മനമേന്ന ഒരു പഴഞ്ചൊല്ലേ. ശരിയാ ശരിയാ. കുടുംബത്തിലിരിക്കുന്ന ഒരു മാനമര്യാദയായിട്ട് നേരെ വഴിക്ക് നടക്കണം. ഇല്ലെങ്കിലേ ഇതിലപ്പുറം സംഭവിക്കും. തനിക്കറിയാവോ? തനിക്ക് എന്തരിയാ വേണ്ടേ? കുത്തരി വേണോ, പൊക്കാളി വേണോ, നെല്ലരി വേണോ, പഴം വേണോ, ആനക്കൊമ്പം വേണോ? ആനക്കൊമ്പൻ എന്താ വില? 2 രൂപ. 2 കിലോ അരി കിട്ടുക. ആന്നില്ലേ? ഇവൻ കുറെ വായി നോക്കി നിൽക്കാൻ തുടങ്ങിട്ട്. എന്നാ കൊണ്ട് പോവോ. 1/4 കിലോ പുളി. അങ്ങേ കടയിൽ ഒരു പുള്ളിയുണ്ടോ? പാപ്പി, നമ്മളെ ചാക്കോ സാറിന് നമ്മളെ പാതാലിലെ പെരേടം വേണമെന്ന് പറഞ്ഞു. വില അല്പം കുറവാ. ഞങ്ങൾ 30,000 ചോദിച്ചു.
25 ആണി ഞങ്ങൾ എടുക്കും. നീ ചാക്കോ സാറിനെ കണ്ട് എനിക്ക് സമ്മതമാണെന്ന് പറ. പക്ഷേ കാശ് ഇന്ന് തന്നെ കിട്ടണം. നാളെ ചരക്കിറക്കാനുള്ളതാ. കാള ഒഴിഞ്ഞ് നടക്കുന്ന കണ്ടില്ലയോ? അവിടുത്തെ കച്ചവടം പൊടി പൊടിക്ക് പക്ഷെ ഒക്കെ കടമാണ് കിട്ടാ. വല്യമ്മയ്ക്ക് എന്താ വേണ്ടേ? നീ എന്താ ഇങ്ങനെ നിക്കണം നോക്കിട്ട്? ഓപ്പി അത് പാറക്ക് തെങ്ങും തോപ്പ് വിറ്റെന്ന് പറഞ്ഞു ശരിയാണോ? ആ അത് നമ്മുടെ നേഴ്സ് ചോച്ചാമ മേടിച്ച് പേർഷ്യന്ന് കൊണ്ടുവന്ന പണവാ. നല്ല വില കിട്ടി കിട്ടാ. നാളെ അതിനും കൂടുതൽ ചരക്ക് ഈ കിളയിൽ ഇറക്കണം. ഞാൻ പാപ്പി നീ പോകുന്ന വഴിക്ക് ആ കാതർക്കോട് ലോഡ് നാളെ വേണമെന്ന് പറ. ആ ആ ആ ആ അപ്പൊ ഞാൻ പോയിട്ട് വരാല്ലേ? ആ നീ പോയിച്ചോ. അപ്പൊ ഞാൻ പോയിട്ട് വരാല്ലേ? നീ പോയേച്ചും വരാനേ. അല്ല ഞാൻ പോയേച്ച് നീ പോയേച്ച് വരാമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. പാപ്പി നോക്ക്, എന്റെ ഒരു കാശുമില്ല. നീ പോയി ആ ചാക്കോ സാറിനെ കണ്ടിട്ടു. അത് മതി. ഒരു 30 വേണം മൂത്തത്. കടം പറയാനാണെങ്കിൽ ഇവിടെ കടലില്ല കേട്ടോ. ആ രാമച്ചൻ എന്നെ ചീത്ത പറയുന്നു. ഓ രാമച്ചൻ എടുക്കാതെ ബാക്കി ഇങ്ങോട്ട് തന്നെച്ചാ മതി. രൂപ ഇങ്ങോട്ട് എടുക്കും. എന്നെ നോക്കി വളർത്തത് പോലെ വളർത്തിയതാ. ഇതെല്ലാം ദൂരം മാത്രമേ ഉള്ളൂ. അത് മനസ്സിലിരിക്കട്ടെ, എന്റെ അത്ര ആഴ്ച കാണും. അപ്പൊ അമ്പി ഉണ്ടെങ്കിൽ 2 ഉപ്പിഞ്ഞു നോക്കുക. തൊടാമല്ലതും ഒടുക്കത്ത വിലയല്ലേ നിന്റെയൊക്കെ. ഒരു പച്ചവളവും 2 ഉപ്പും മതി. പിന്നെ ഇവിടെ വെടിയിറച്ചി എന്തുകൊണ്ട്? കൊക്കുണ്ട് കൊക്ക്. എന്നാലേ വെടിയിറച്ചി ഉള്ളത് മുഴുവനും ഒരു 3 കുപ്പി തള്ളും. എളുപ്പം ചൂണ്ടാ. ഇന്ന് വിഷുവാ, നേരത്തെ പോണം. അല്ലേ പെരിയിറച്ചി കുറച്ച് എനിക്കും വേണം. നിന്നെ കണ്ടിട്ട് കുറെ കാലം ആയാലോടാ ബാബി. നീ എവിടെയാ ഇപ്പൊ? ജോലിയും പണിയൊക്കെ ഉണ്ടോടാ? അങ്ങനെ കഴിയുന്ന പോലാണ്. എന്താ ഞാൻ ആദ്യം ഓർഡർ ചെയ്തേ? എന്നാ നീ കണ്ണുപിടിക്കില്ലയോ? കൃത്യമായി കാശ് കൊടുക്കുന്ന മാന്യന്മാർക്ക് ആദ്യം കൊടുക്കും. അല്ലടാ ചൂടാ. ഒന്ന് വെറുതെ എരിവിള്ളാച്ച അപ്പൊ വഴക്കുണ്ടാക്കല്ലേ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാൻ പറയും നോക്കളെ. എടാ ചൂടാ, എന്റെ പറ്റിലൊരു കുപ്പി കള്ളി പാപ്പിക്കൂടാ. എന്റെ പറ്റിൽ 2 കുപ്പിക്കുള്ള പാപ്പിക്കോള. നല്ല കപ്പയും മത്തിയും കാണും. നീ മേടിച്ച് കഴിച്ചോ. പാപ്പി നിനക്ക് കോഴിയിറച്ചി വലിയ ഇഷ്ടം. എന്റെ കണക്കില് 2 പ്ലേറ്റ് വാങ്ങിക്കുന്നു. ആ കൂടിയടാ. പുതുപ്പള്ളി തന്നിൽ വാഴുന്ന എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അമ്മായി. 2 തൃശ്ശൂർ പൂരത്തിലുള്ള പടക്കോപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. മെഡിക്കാറ്റ് ബൈ ഭാർഗവൻ നായർ MA MLC. അമ്മായിയെ ആ തീയും കൊണ്ടെടുത്തോ, കത്തിക്കോ. അമ്മായിയെ മാറിക്കോ. ഇതിപ്പോ പൊട്ടും. ഈ താമസമുണ്ട്. കാരണം ഇത് ജപ്പാനിൽ കൊണ്ടുവന്നതാണ്. വെച്ച് കൊണ്ടുവന്ന കാരണം